ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ വന്നു. അപ്പോൾ ഫോൺ കോൾ വേറെ ഒന്നുമല്ല, സത്യം പറഞ്ഞ് എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി. ആകെ ഒരു 35 മിനിറ്റ് 38 മിനിറ്റൊക്കെ ഞാൻ സംസാരിച്ചുള്ള ഒരു അമ്മച്ചിയാണ്. ഭയങ്കര വേദനയോടെ വിളിക്കുക. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ്. മോനെ, എനിക്കൊരു ഹെൽപ്പ് വേണം. ഞാൻ ചോദിച്ചു എന്താണ് ആവശ്യം. മോൻ്റെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ 2 മക്കളെക്കുറിച്ചുള്ള ആകുലതയിലാണ് ഞാൻ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെപ്പോലെ വല്ല കള്ളുടിയനൊക്കെ ആയിരിക്കും മക്കൾ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആകാംക്ഷയോടെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സംഭവം വേറെയാണ്. അതൊന്നുമല്ല, ക്രിസ്തീയ വിശ്വാസത്തിൽ വളർന്ന് നല്ല ഒരു ജോലി വരെ ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്ന 2 പെൺമക്കളാണ്. എന്നാൽ അതിനുശേഷം ചില വ്യക്തികൾ അവരെ സ്വാധീനിക്കുകയും മറ്റൊരു വിശ്വാസത്തിലേക്ക് അവർ പോവുകയും ചെയ്ത ഒരു വേദനാജനകമായ ഒരു അവസ്ഥ നമുക്കറിയാം. ഇന്ന് ലോകത്തൊക്കെ കുറച്ച് ഒരു ഭീകരതയുടെ മതം, അല്ലെങ്കിൽ പറയുമ്പോൾ പ്രകാശമെന്ന് പറയുകയും അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ മതമെന്നൊക്കെ പറയുകയും, എന്നാൽ ഭീകരതയുടെ ഏറ്റവും നിറഞ്ഞ മുഖമായി ഇന്ന് ലോകം എപ്പോഴും കാണുന്ന, സമാധാനം എന്താണെന്ന് പോലും അറിയാത്ത ഒരു മതത്തിൻ്റെ അടിമകളായി 2 മക്കൾ പോയതിൻ്റെ വിഷമത്തിലും വേദനയിലുമാണ്. അപ്പം ഞാൻ ആ പോകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പം അവർക്ക് യേശുവിലുള്ള, അതായത് യേശു ഒരു പ്രവാചകനാണെന്ന് അവർ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ യേശു ദൈവമാണെന്ന് അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ബൈബിളിൽ പല വാക്യങ്ങളും അവരെ ആരൊക്കെയോ കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു എങ്ങനെ യേശു ദൈവമാകും. കാരണം യേശു ഇതാ ഗെത്സമനിൽ പ്രാർത്ഥിക്കുന്നു, എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശു ക്ഷീണിച്ച് തളർന്നിരിക്കുന്നു. യേശു ദൈവത്തോട്, പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് യേശു പ്രാർത്ഥിക്കുന്നു. ഇന്നിങ്ങനെ അനേക കാര്യങ്ങൾ യേശുവിൻ്റെ ആ ഒരു വചനത്തിലൂടെ വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ പുരോഹിതരുടെ അടുത്ത് അവർ സംശയങ്ങൾ ചോദിക്കുകയും പല കാര്യങ്ങളെക്കുറിച്ച് ഡൗട്ട് ചോദിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ്, പക്ഷെ അവർക്ക് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എന്നോട് ആ അമ്മ പറഞ്ഞ കാര്യം നേരെ തിരിച്ചാണ്. അതായത് ഇവരുടെ ഇങ്ങനത്തെ ഒരു പ്രശ്നം അച്ഛന്മാരുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് മാത്രമല്ലാതെ യാതൊരു റെസ്പോൺസും ഇല്ലാത്ത രീതിയിൽ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ സത്യം പറഞ്ഞ അമ്മേനെ തന്നെ കുറ്റപ്പെടുത്തി. കാരണം നിങ്ങൾ ക്രിസ്തുവിനെ കൊടുക്കാതെ മറ്റു പലതിനെയും കൊടുത്തിട്ട് അവസാനം ഇനി അച്ഛന്മാരെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? കാരണം നിങ്ങൾ ചെറുപ്പത്തിൽ അവരുടെ, നമ്മൾ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശൈശവത്തിൽ അവൻ നടക്കേണ്ട പാതകളെ അവർക്ക് പറഞ്ഞു കൊടുക്കുവിൻ. അത് അവൻ്റെ ബാല്യത്തിലും അവൻ്റെ യൗവനത്തിലും അവൻ്റെ വാർദ്ധക്യം വരെ ഉണ്ടാകും. നമുക്ക് ഈ കാര്യമില്ല. നമുക്ക് ശൈശവം പോയിട്ട് ഒരു സമയത്തും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസം കൊടുക്കുക അല്ലെങ്കിൽ ദൈവവചനം കൊടുക്കുക. നമ്മളിപ്പോഴും പറഞ്ഞ് പഠിപ്പിക്കുന്നത് ദേ തമ്പായി എന്ന് മറ്റേ താടിക്കാരനെ കാണിച്ചിട്ട് പറഞ്ഞു കൊടുക്കുക. തമ്പായിയോട് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. ഒരു കുഞ്ഞ്, സത്യത്തിൽ എനിക്ക് അത് കൗതുകത്തോടുകൂടി ഞാൻ കണ്ടു. ഒരു 2-3 വയസ്സൊക്കെ ഉള്ളൊരു കൊച്ച്, 3 വയസ്സ് 3.5 വയസ്സ് 4 ആ ഒരു പ്രായമൊക്കെ ഉള്ളൊരു കൊച്ച്. അവന് ഉറക്കം തൂങ്ങുക. പക്ഷെ ആ ഉറക്കം തൂങ്ങുമ്പോഴും ജപമാല പ്രാർത്ഥന അവനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്താ പ്രാർത്ഥിക്കുന്നതെന്ന്. അവൻ്റെ അമ്മയോ അപ്പനോ ട്രാൻസ്ലേറ്റ് ചെയ്താലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. പക്ഷേ എങ്കിലും ആ ഉറക്കം വന്നിട്ടും തൂങ്ങിയിട്ടും ഞങ്ങൾക്ക് അന്വേഷിക്കണമേ, ഞങ്ങൾക്ക് അന്വേഷിക്കണം, നമ്മുടെ ആ സ്ഥിര സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ആ പ്രാർത്ഥനയിൽ ഇങ്ങനെ അവൻ ലയിച്ചിരിക്കുന്നൊരു സംഭവം. എന്തായാലും എനിക്ക് അവനെക്കുറിച്ചൊരു അഭിമാനം തോന്നി. കാരണം ഉറക്കത്തിലും ദൈവത്തോടുള്ള അവനൊരു സ്നേഹമുണ്ടല്ലോ. പക്ഷേ അത് യഥാർത്ഥ അറിവിൻ്റെ ബലത്തിലേക്ക് നമ്മുടെ മാതാപിതാക്കന്മാർ കൊടുക്കാതിരുന്നാൽ ഇത്രയും തീക്ഷ്ണവാനായ മക്കൾ പോലും ഒരുപക്ഷെ വഴിതെറ്റിപ്പോയേക്കാം. യാതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ഞാൻ കണ്ട് ഭയങ്കര വിഷമത്തോടുകൂടെ ആ ആൻറ്റിയായിട്ട് ഞാൻ സംസാരിച്ച് ഒരു 10-25 മിനിറ്റ് സംസാരിച്ച് 30-35 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ നോക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് വന്നേക്കാം. അത് മറ്റാരുമല്ല, എൻ്റെ ചേട്ടൻ, എൻ്റെ ഒരു ചേട്ടൻ്റെ മകള്, അവളെനിക്ക് മെസ്സേജ് ഇട്ടേക്കുക. അവളെനിക്ക് മെസ്സേജ് ഇട്ടിട്ട് പേപ്പ ബൈബിൾ വെറും സാഹിത്യമാണെന്ന് എന്നോട് ഒരാൾ പറഞ്ഞു. എനിക്കൊരു മറുപടി കൊടുത്തേ പറ്റൂ. എന്ത് മറുപടി കൊടുക്കും? ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇവളെന്താണ്, ഇന്ന് വരെ എന്നോട് അങ്ങനെ ഒരു സംശയം ചോദിച്ചിട്ടില്ല. എന്നാലും ഞാനപ്പോൾ തന്നെ ബൈബിളിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഇട്ട് കൊടുത്തു. മതിയോ എന്ന് ചോദിച്ചു. ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞു. അപ്പം എനിക്കറിയാം ഈ ചോദ്യങ്ങൾ ആരാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം സംസാരങ്ങൾ ആരാണ്, പ്രത്യേകിച്ച് പഠിക്കുന്ന ഒരു കുട്ടി, അവൾ ജസ്റ്റ് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നിട്ടേ ഉള്ളൂ. അപ്പം ഇങ്ങനെ പഠനം എവിടെയൊക്കെ, വിദ്യാഭ്യാസ മേഖലയിലോ അല്ലെങ്കിൽ ജോലി മേഖലയിലോ നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്തോട്ട് ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് ചോദ്യങ്ങൾ അവർ നേരിടേണ്ടി വരിക.
അതിനെ നമ്മൾ ബോധവാന്മാരല്ലെങ്കിൽ, നമ്മൾ അവരെ പ്രബോധിപ്പിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇന്ന് ദൈവവചന ചിന്തയ്ക്ക് വേണ്ടിയിട്ട് കർത്താവ് ഇന്ന് നൽകിയിരിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ്. 17-ാം അധ്യായം ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആദ്യം നമുക്ക് വരുന്നൊരു ചിന്ത, യേശു എന്തിനാണ് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പം ഇനി യേശുവിൻ്റെ ആ പ്രാർത്ഥന, അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്നെ ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു മഹത്വത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു പുത്രനെ അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുക. അതായത് പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ മഹത്വത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു പുത്രനെയാണ് നമുക്ക് കാണാൻ പറ്റുക, അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റുക. പിതാവേ, അങ്ങയുടെ മഹത്വം എനിക്ക് നൽകണം. കാരണം പുത്രൻ ചോദിക്കുകയാണ്, പിതാവേ, സമയമായിരിക്കുന്നു, പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. അപ്പം പുത്രന് മഹത്വം ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ പിതാവിനോട് മഹത്വം ചോദിക്കുന്നത്. കാരണം എനിക്ക് നിന്നെ മഹത്വപ്പെടുത്തണം. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല മനസ്സിലാവുക. അതിനപ്പുറത്തോട്ട് നമുക്കതിനെക്കുറിച്ചൊരു ആശയം കിട്ടത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് യേശു പ്രാർത്ഥിക്കുന്നത്? ചോദ്യം നമ്പർ 1. 2, നമ്മൾ പല ക്ലാസ്സുകളിലൂടെ ഇത് പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. ജീസസിന്റെ മക്കൾക്ക് ഒരു പരിധി വരെ അറിയാവുന്നതാണെങ്കിലും ആരെങ്കിലും ഒരാൾ ഇത് അറിയാത്തതുണ്ടെങ്കിൽ അത് മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വിഷയം കൂടി. നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ യേശുവിൻ്റെ മനുഷ്യത്വത്തെ കാണിക്കുന്ന അനേക വചനങ്ങളുണ്ട്. എന്നാൽ ആ വചനങ്ങളോട് കൂടെ ചേർന്ന് തന്നെ യേശുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുന്ന അതിലേറെ വചനങ്ങളും ഉണ്ട് എന്നുള്ളത് മനഃപൂർവ്വം അവർ ബുദ്ധിപൂർവ്വം അവോയ്ഡ് ചെയ്തിട്ട്, നമ്മളാണെങ്കിൽ ബൈബിൾ വായിച്ച പരിചയമില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ബൈബിൾ വചനങ്ങൾ മാത്രം ചെറി പിക്ക് ചെയ്തിട്ട് അത് മാത്രം എടുത്ത് ഈ പിള്ളേർക്ക് കൊടുക്കും. സ്വാഭാവികമായി അവർ പകയ്ക്കും, അവർക്ക് അറിയില്ല, ഓ അങ്ങനെയൊക്കെ വചനമുണ്ടോ. ഇങ്ങനെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ വായിക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ പെട്ടെന്ന് ഒരു പ്രശ്നമാകും. അപ്പം ഇവിടെ ഈ ഒരു വാക്യം തന്നെ യേശു എന്തിനാണ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? മാത്രമല്ല മഹത്വമാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അവൻ മഹത്വം ചോദിക്കുന്നത് എന്ന ഒരു ചോദ്യം പൊതുവേ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് മഹത്വം ചോദിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് ഫിലിപ്പി ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവവചനം നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്. യേശു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ അവൻ എങ്ങനെയായിരുന്നു, അവൻ എങ്ങനെയാണ് വന്നത്, ഈ 2 കാര്യങ്ങൾ അവിടെ കൃത്യമായി അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ രൂപത്തിൽ ആയിരുന്നെങ്കിലും അവൻ ദൈവവുമായിട്ടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. നമുക്കിപ്പോൾ ഈ കൂട്ടായ്മയിൽ തന്നെ സത്യവേദോസ്തം ഉപയോഗിക്കുന്നവരുണ്ട്, പിയോസ് ഉപയോഗിക്കുന്നവരുണ്ട്. കാരണം യാക്കോബായ ഓർത്തഡോക്സ് ആളുകൾ നമുക്കറിയാം സത്യവേദോസ്തം ഉപയോഗിക്കുന്നത്. ഞാൻ വായിക്കുന്നത് പിയോസി ആണെങ്കിൽ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് സത്യവേദോസ്തമാണ്. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവത്തിൻ്റെ രൂപത്തിൽ, ദൈവത്തിൻ്റെ സമാനതയിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിൽ, ദൈവത്തോട് ചേർന്ന് അവനായിരുന്നു, ദൈവവുമായിരുന്നു. അങ്ങനെ ആയിരുന്ന അവൻ ദൈവവുമായിട്ടുള്ള സമാനത, ഈക്വാലിറ്റി, അത് നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു, മനുഷ്യരുടെ സാദൃശ്യത്തിൽ. അപ്പോൾ അവൻ ഒരു പൂർണ്ണ മനുഷ്യനായി അവൻ താഴോട്ട് ഇറങ്ങി വന്നു. ആ പൂർണ്ണ മനുഷ്യനായി നിൽക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കാരണം അവൻ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വത്തിലല്ല, പകരം അവൻ മനുഷ്യൻ്റെ ആ ലിമിറ്റൈസേഷനിലാണ്, ആ ലിമിറ്റഡ് ആയിട്ടുള്ള ആ ഒരു എൻറ്റിറ്റിയിലാണ് ഇപ്പോൾ അവനായിരിക്കുന്നത്. എന്നാൽ അവനിൽ തന്നെ ദൈവത്വവും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവനിങ്ങനെ മാജിക്ക് കാണിച്ചിട്ട് എല്ലാത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന ഒന്നല്ല. അവൻ്റെ ദൈവത്വത്തെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അവൻ പൂർണ്ണ മനുഷ്യനുമാണ്. എല്ലാ വികാരങ്ങളുമുള്ള, വിശപ്പും ദാഹവും ഉറക്കവും ക്ഷീണവുമുള്ള എല്ലാ മേഖലയിലുമുള്ള ഒരു പൂർണ്ണ മനുഷ്യനായി യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. കാരണം അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ വന്നിരിക്കുന്നതാകട്ടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, കാൽവരിയിൽ ക്രൂശിതനാകാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ ദൈവമായി വന്നാൽ രക്ഷ നടക്കത്തില്ല. രക്ഷ എന്ന് പറയുന്ന മേഖല യാതൊരു വിധത്തിലും നടക്കത്തില്ല. അതുകൊണ്ട് അവൻ്റെ രക്ഷ നമ്മൾ അനുഭവിക്കേണ്ടതിന്, നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് പരിഹാരമാകേണ്ടതിന്, അവൻ കാൽവരിയിൽ ക്രൂശിതനാകേണ്ടതിന് ദൈവത്തിൻ്റെ സമാനത നിലനിർത്താതെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി അവൻ ഭൂമിയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. മാത്രമല്ല പീഡകൾ സഹിക്കണം, കഷ്ടതകൾ സഹിക്കണം. അത് സഹിക്കാതെ യാതൊന്നും നമുക്ക് നേടാൻ പറ്റത്തില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് അവൻ ജനിച്ച് അവൻ വളർന്ന സമയത്ത്, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 4 വയസ്സാവുമ്പോൾ തുടങ്ങി
ആകുലതയാണ് കൊച്ചിനെ ഏത് സ്കൂളിൽ ചേർക്കണം. അപ്പോൾ ഏറ്റവും ടോപ്പ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മര്യാദയ്ക്ക് വായിക്കാനും അറിയില്ല, ഇപ്പോഴും നമ്മൾ വായിക്കുന്നത് നമുക്ക് തോന്നിയ വിധത്തിലാണ്. അപ്പോൾ നമ്മുടെ മക്കളെങ്കിലും നല്ല രീതിയിൽ ഇംഗ്ലീഷ് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും ബെറ്റർ സ്കൂളുകളിലേക്ക് ചേർക്കാനായിട്ട് നമ്മൾ ആദ്യം പിടിച്ച് കിടക്കാം. 4 വയസ്സായിട്ടുള്ളൂ കൊച്ചിന്. അതിന് 3 വയസ്സ് വരെ അത് മുല പിടിച്ചുകൊണ്ടിരിക്കുക, 1 വയസ്സ് കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക്. 4-ാം വയസ്സ് പിടിക്കും നമ്മൾ കുഞ്ഞിനെ എവിടെ ചേർക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആകുലതയും അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടവും തുടങ്ങുക. ഇൻ്റർവ്യൂ കൊച്ചിന്, മാതാപിതാക്കൾക്ക് ഇൻ്റർവ്യൂ, ഇതെല്ലാം അറ്റൻഡ് ചെയ്ത് ഉള്ളതിൽ ഏറ്റവും ബെറ്റർ സ്കൂളിൽ നമ്മൾ ചേർക്കുക. എന്നിട്ട് 12 വർഷം ഏറ്റവും മിനിമം പോരാ, ശരിക്കും പറഞ്ഞാൽ LKG UKG പിന്നെ 12 വർഷം, അപ്പോൾ 14 വർഷമായി. 14 വർഷം ആ കുഞ്ഞിനെ പഠിപ്പിച്ചു, അതുകൊണ്ട് ഒന്നും ആയില്ല. പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ഇനി MBBS ആണെങ്കിൽ 5 വർഷം, എഞ്ചിനീയറിംഗ് ആണെങ്കിൽ 4 വർഷം, ഇങ്ങനെ വീണ്ടും കൊടുക്കുക. അപ്പോൾ 14, 5, 19 വർഷം, ഏകദേശം 20 വർഷത്തെ കഷ്ടപ്പാടാണ് ഒരു കുഞ്ഞ് ഒരു തുച്ഛമായൊരു സാലറി കൊണ്ട് ജോലി വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ആ എൻട്രി ചെയ്യുന്നത്. 20 വർഷത്തെ വിയർപ്പും കഷ്ടപ്പാടും വേദനയും ദുഃഖവും സഹനവുമാണ്. അത്രയും കഷ്ടത അവൻ സഹിച്ച് ആ ദുഃഖത്തിലൂടെ വേദനയിലൂടെ അവൻ കടന്നു വന്നിട്ട് അവൻ എവിടേക്കാണ് പോകുന്നത്? അടുത്ത ജോലി മേഖലയിലേക്ക്, അല്ലെങ്കിൽ അവൻ ലക്ഷ്യം വെച്ച ഏതെങ്കിലും ജീവിതാന്തസ്സിലേക്ക് അവൻ പോകുന്നത് പിന്നെയും വർഷങ്ങൾ എടുത്തിട്ടാണ്. അപ്പൊ എത്രത്തോളം അധ്വാനം എടുത്തിട്ടാണ് നമ്മുടെ ഭൗതിക, നമ്മുടെ ലോകത്തുള്ള ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദൈവം തൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആ ദൈവം തൻ്റെ മഹത്വത്തിലേക്ക്, ക്രിസ്തു യേശു അവൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കഷ്ടം അനുഭവിച്ചേ പറ്റൂ. ആ കഷ്ടത്തിന് വേണ്ടി അവൻ തന്നെ ശൂന്യനാക്കിയാണ് ഭൂമിയിലേക്ക് വന്നത്. ഹെബ്രായ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് മരണത്തെ ഉൾക്കൊള്ളാൻ വേണ്ടി ദൂതന്മാരെക്കാൾ താഴെയായി അവൻ കടന്നു വന്നു. കാരണം അവൻ മരണം ഏറ്റുവാങ്ങേണ്ടിയിരുന്നു. അത് വ്യക്തമായിട്ട് ദൈവവചനം പറയുക. അതേ കാര്യം തന്നെ ലൂക്കാ സുവിശേഷകൻ യേശു തന്നെ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ നമ്മൾ ആ വചനം ഒന്ന് വായിച്ചാൽ, ലൂക്കാസ് വിശേഷം 24-ന്റെ 25-ഉം 26-ഉം വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ. അതായത് ഇവിടെ യേശു 2 ശിഷ്യന്മാരെ വിളിക്കുന്നത്. ആ 2 പേര് ആരും മോശക്കാരല്ല. ആ 2 പേര് ആരാന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ആരാണ് ആ 2 പേര്? യേശുവിൻ്റെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരിൽപ്പെട്ട 2 പേരാണ്. പരസ്യ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കൂടെ നടന്നവരാണ്. അനേക കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ്. ദൈവവചനം പറയുന്നൊരു കാര്യമുണ്ടല്ലോ, സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഇതെവിടെ ആരാ വിളിച്ചേ? യേശു തന്നെയല്ലേ വിളിച്ചേ. സി രവിചന്ദ്രൻ കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയായിരിക്കും വിമർശിക്കുന്നത്? കണ്ടോ, യേശു തന്നെ നിയമം കൊടുത്തു, അതിന് യേശു തന്നെ ലംഘിക്കുന്നു. എങ്ങനെ പറയും? ഇവിടെ ദൈവവചനം പറയുകയാണ്, അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ. കാരണം ദൈവവചനം കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്നും പിന്തിരിഞ്ഞു പോകുന്നവരെ വിളിക്കാൻ മറ്റൊരു പേരില്ല, ഇതേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഭോഷന്മാരെ. ഇത് തന്നെ ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ അല്ലയോ ഭോഷന്മാരായ ഗലാത്യരെ എന്ന് വിളിക്കുന്നുണ്ട്. കാരണം അപ്പസ്തോലൻ അനേക വർഷങ്ങൾ അധ്വാനിച്ചിട്ടും ആ അധ്വാനത്തിന്റെ ഫലം അവരിൽ ഇല്ലെങ്കിൽ അവരെ പിന്നെ നമ്മൾ എന്താ വിളിക്കുക? അപ്പൊ നമ്മുടെ ചുറ്റുപാടും നമ്മൾ പലരെയും കാണുന്നുണ്ടല്ലേ, അനേക വർഷം സുവിശേഷം അറിയുകയും സുവിശേഷം പ്രഘോഷിക്കുകയും ചെയ്തിട്ടും പിന്നെയും വീണു പോകുന്ന ആളുകളുണ്ട്. ഭോഷന്മാരെ പോലെ പ്രവർത്തിക്കുന്ന, ദൈവവചനത്തിനെതിരായി സുവിശേഷത്തിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. അവരെ നമുക്ക് സഹോദരങ്ങളാണ്. പക്ഷേ എന്ത് വിളിക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു. ഞാനായിട്ട് ഇനി ഭോഷന്മാരെന്നൊന്നും വിളിക്കാൻ ഞാൻ പറയുന്നില്ല. ദൈവവചനോട് പറയുകയാണ്, അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം ഹൃദയം മന്ദീഭവിച്ചു. അവരുടെ ഹൃദയം എന്ത് ചെയ്തു? മന്ദീഭവിച്ച് കിടക്കുക. വിശ്വാസം സ്വീകരിക്കാൻ പറ്റാത്തവണ്ണം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് അവൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു സഹനത്തിന്റെ പാതയുണ്ട്, ഒരു കഷ്ടതയുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എന്നെ അവിടുത്തെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകണേ. 1-ാം വാക്യം 17-1 വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും, യേശു എന്തിനാണ് മഹത്വം എനിക്ക് തരാൻ വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് തോന്നുക അല്ലെ? അങ്ങനെയല്ലേ നമുക്ക് തോന്നുക? കർത്താവ് ഇത്രയും മഹത്വം ഉണ്ടെങ്കിൽ തന്നേക്ക്, നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയുള്ള നമ്മളിപ്പോൾ തൃശ്ശൂക്കാർ ഈ 10 കന്യകമാരെ കുറിച്ചുള്ള ആ ഉപമ പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ല ഗഡി നീ ഇങ്ങനെ മനസ്സിലാക്ക്, ഇച്ചിരി എണ്ണ ഇങ്ങോട്ട് തന്നാ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കച്ചവടക്കാരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് തരാന്നേ എന്ന് പറയുന്ന പോലെ ആ രീതിയിൽ നമ്മൾ ഇതിനൊന്ന് ഒന്ന് അതായത് ആ ദൈവത്തിന്റെ പിതാവിന്റെ സന്നിധിയിൽ നിന്ന് മഹത്വം ചോദിക്കുക. യേശു തന്നെ മഹത്വം തരൂ.
എന്ന് ചോദിക്കുക. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 17:5 നിങ്ങളൊന്ന് ശ്രദ്ധയോട് വായിച്ചു നോക്കി. 1-ാം വാക്യത്തിൽ പിതാവിനോട് മഹത്വം യാചിക്കുന്ന തലത്തിൽ നിൽക്കുന്ന ക്രിസ്തു. എന്നാൽ 5-ാം വാക്യത്തിൽ വരുമ്പോ നേരെ തിരിച്ച് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിലാണ് ആ 5-ാം വാക്യം നമ്മളവിടെ കാണുന്നത്. 17:5 ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് യേശു വെറും ഒരു പ്രവാചകനല്ല, യേശു വെറും ഒരു മനുഷ്യനല്ല, ഒരു നോർമൽ വ്യക്തിയല്ല, ഒരു സാധാ മനുഷ്യ വ്യക്തിയല്ല എന്ന് കൃത്യമായി അതേ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോ യേശു കൃത്യമായി വെളിപ്പെടുത്തുകയാണ്. ആകയാൽ പിതാവേ, ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണം. അതായത് ലോകത്തിന്റെ സൃഷ്ടിക്ക് മുൻപ് ഈ ഭൂമിയോ ഈ ഭൂമിയിലെ എന്തെങ്കിലുമോ അല്ലെങ്കിൽ ലോകമോ ലോകത്തിലെ ഏതെങ്കിലും ദൂതന്മാരോ, ഇപ്പം നമ്മുടെ യൂട്യൂബിൽ കമന്റ് ചെയ്യുന്ന ഒരു ആൻറ്റി ഉണ്ട്, ഒരു ലാലി ആൻറ്റി, ലാലി അമ്മച്ചി. ഞങ്ങൾ യൂത്ത് പിള്ളേരെ എപ്പോഴും ചോദിക്കും, ഇന്ന് ലാലി അമ്മച്ചിനെ കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സെബാസ്റ്റ്യൻ ചേട്ടനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാളും കമന്റ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. അപ്പോൾ നമ്മുടെ പിള്ളേർ ചോദിക്കും, ആളെന്ത് പറ്റിയോ എന്ന് ചോദിക്കും. അപ്പോൾ ലാലി അമ്മച്ചിയുടെ ഒരു കമന്റ് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ വേറെ ഒന്നുമില്ല, യഹോവ സാക്ഷിയാണ് അമ്മച്ചി. എല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചി നേരെ യഹോവ സാക്ഷിയിലേക്ക് പോയി. അതായത് യേശു ദൈവമല്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് അമ്മച്ചി കടന്നുപോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതിനകത്ത്, അതായത് അവർ കുറേ വചനമൊക്കെ എടുത്തുകൊണ്ട് വരും കേട്ടോ, കുറേ വചനങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വരും. നിങ്ങൾ ശ്രദ്ധിച്ച, യേശു തന്നെ 1-ാം വാക്യത്തിൽ ആ മഹത്വത്തെ കുറിച്ച് പറഞ്ഞ് 5-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ പിതാവിന്റെ സന്നിധിയിൽ ലോക സൃഷ്ടിക്ക് മുൻപ്, ലോക സ്ഥാപനത്തിന് മുൻപ്, എല്ലാത്തിനും മുൻപ് അങ്ങയോടുകൂടെ, ദൈവത്തോട് പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന സമത്വം, മഹത്വം, അതേ മഹത്വം, ഈക്വൽ മഹത്വം. ആ ഗ്ലോറിഫിക്കേഷനെ കുറിച്ച് പറയുന്നത് ഈക്വലാണ്. പിതാവിനോട് എന്ത് മഹത്വമാണോ ഉള്ളത് അതേ മഹത്വം തന്നെ പുത്രനും ഉണ്ടെന്ന്. അതാരാ പറഞ്ഞു? യേശു തന്നെ പറഞ്ഞു. പക്ഷെ ഇവർക്കിത് വിശ്വസിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് യേശുവിനെ ദൈവമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമാധാനം സമാധാനം എന്ന് പറയും, സമാധാനം ഒന്ന് കാണാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മതം. നിങ്ങൾ വിചാരിക്കാം മതത്തിൻ്റെ പേര് ഞാൻ എന്തുകൊണ്ട് പറയാത്തത് എന്ന് നിങ്ങൾ വിചാരിക്കും. വേറൊന്നും ഉണ്ടല്ലെന്നേ, എനിക്ക് ഇത്തിരി പേടിയുള്ളത് കൊണ്ടാണ്. 2 മക്കൾ ഇത്തിരി വളർന്നു വരാനുണ്ട്, കുറച്ചുകൂടിയൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് പൗലോസിനെ പോലെ ആവേശം കാണിക്കാം. പൗലോസിന് അതൊക്കെ പറയാം, കാരണം ഭാര്യയില്ല, മക്കളില്ല, പ്രത്യേകിച്ച് യാതൊരുവിധ പ്രാരാബ്ദവും ഇല്ല. നമുക്ക് അങ്ങനെയല്ല. കർത്താവിൻ്റെ വചനത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഭാര്യയുണ്ട്. സുവിശേഷം, ഞാൻ വിവാഹത്തിന് ശേഷമാണ് സുവിശേഷം അറിയുന്നത്. ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, ഇതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആകാമായിരുന്നു, ഞാൻ ചിലപ്പോൾ അവിവാഹിതനായിരുന്നേനെ, ഏതോ ഒരു പാവം പെങ്കൊച്ചിൻ്റെ ജീവിതം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ദൈവം എന്നെ വിവാഹത്തിന് ശേഷം ക്രിസ്തുവിനെ അറിയിച്ചത്. അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിക്കുക, എന്തായാലും അങ്ങനെയൊക്കെ പറയാനുള്ളൂ, വേറൊന്നുമില്ലല്ലോ. എന്തുവാകട്ടെ, അതായത് സമാധാനം സമാധാനം എന്ന് പറയും, പക്ഷെ സമാധാനത്തിൻ്റെ യാതൊരു വിധം, അതായത് ഒരു പേര്, ഒരു പ്രവാചകന്റെ പേര് ഉച്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാറിൻ്റെ, ഒരു കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു മാഷിൻ്റെ, ഒരു അധ്യാപകന്റെ കയ്യും കാലും വെട്ടിയവരാണ് ഇവര്. ഇടത് കൈയും വലത് കാലും ഓപ്പോസിറ്റ് വെട്ടി നശിപ്പിച്ച് കൊല്ലാൻ വേണ്ടി 10-16 വെട്ടിയവന്മാരാണ് ഈ സമാധാന മതക്കാര്. അപ്പൊ അവരുടെ അടുത്ത് നമുക്ക് ഇതിൽ കൂടുതലൊന്നും വെളിപ്പെടുത്താൻ പറ്റത്തില്ല. പേരായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളായിട്ട് വിചാരിക്കുന്ന തോന്നുകയാണെങ്കിൽ അത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് പറയാലോ, ആ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഈ സമാധാന മതക്കാർ വന്നിട്ട് നമ്മുടെ പിള്ളേരെ എത്രയോ വഴിതെറ്റിക്കുന്നുള്ളത് ചിന്തിച്ചു നോക്കുക. എന്നാൽ ദൈവവചനത്തിൽ ഈ മതം തന്നെ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ ഇതിനെക്കുറിച്ച് ഞാനൊരു ക്ലാസ് കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അതായത് പീഡിപ്പിച്ചു നോക്കി സഭ നശിക്കുന്നില്ല, തകർത്ത് നോക്കി നശിക്കുന്നില്ല, കൊന്നു നോക്കി നശിക്കുന്നില്ല, വളർന്നതല്ലാതെ ക്രിസ്തീയ സഭയ്ക്ക് യാതൊരുവിധ കുഴപ്പമില്ല. ഇത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിനെ പീഡിപ്പിക്കുകയോ കൊല്ലുകയോ തകർക്കാനൊന്നും പറ്റത്തില്ല. പകരം വിശുദ്ധ ബൈബിളിലുള്ള ദൈവവചനത്തിലുള്ള അതേ ക്യാരക്ടേഴ്സിന്റെ പേര് അങ്ങനെ തന്നെ കടമെടുത്തു. അവിടെ ആദമുണ്ട്, ഇവിടെ ആദമുണ്ട്, ഇവിടെ അബ്രഹാമുണ്ട്, ഇവിടെ ഇബ്രാഹിമുണ്ട്, ഇവിടെ നോഹയുണ്ട്, ഇവിടെ നൂഹുണ്ട്, ഇവിടെ ദാവീദുണ്ട്, ഇവിടെയുണ്ട്. ഇങ്ങനെ പേരുകൾ, അവിടെ യേശുവുണ്ട്, ഇവിടെ ഈസയുണ്ട്. ഇങ്ങനെ പേരുകൾ മാത്രം ഇങ്ങനെ കടമെടുത്തിട്ട് ഒരു പുസ്തകം അങ്ങോട്ട് രചിച്ചു, ഒരു പുസ്തകം അങ്ങോട്ട് എഴുതി. അവർക്ക് ഹൃദയത്തിൽ തോന്നിയ, ചിന്തയിൽ തോന്നിയ രീതിയിലേക്ക് ഒരു പുസ്തകം അങ്ങോട്ട് എഴുതി വെച്ചു. കൊള്ളാം, നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എഴുതാം. ഇങ്ങനെ ആ പുസ്തകത്തിന്റെ തലത്തിലേക്ക് വന്നപ്പോൾ സമാധാനം എന്തെന്നും അവിടെ ഇല്ല. കാരണം
ആ പുസ്തകം രചിച്ച കാര്യമൊക്കെ കഥയൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, കാരണം നമ്മൾ ദൈവവചനമാണല്ലോ നമ്മുടെ ചിന്ത. ഞാനത് നമ്മൾ വിവേകമുള്ളവരായ നമ്മുടെ മക്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയെങ്കിലും തിരിച്ചറിയണം നമ്മൾ ഈ ഒരു ചതിയുടെ, ഈ വലിയ ചതിയെ കുറിച്ച്. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം ഇന്ന് ഈ ഡൽഹി ബോംബെ ഈ പ്രയറിന് എടുക്കാനായിട്ട് കർത്താവ് ആത്മാവ് പ്രചോദിപ്പിച്ചത്. ഞാനിപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ റോയ് ബ്രദർ ആദ്യം തുടക്കം പറയുന്നത് ഇത് തന്നെ, ഇതേ വിഷയം തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിന് എന്തോ ഒരു ഉദ്ദേശമുണ്ട്, ഈ ഒരു കാര്യം നമ്മൾ സംസാരിക്കുന്നതിന് എന്തോ ഒരു ദൈവികമായ ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിത് തിരിച്ചറിയണം, അവർ വെക്കുന്ന കെണികളെ തിരിച്ചറിയണം. ഈ ക്യാരക്ടേഴ്സിനെ മാത്രം കടമെടുത്തുകൊണ്ട് മറ്റൊരു ഉപദേശം വെച്ച് ദൈവജനത്തെ വഴിതെറ്റിച്ചു, ദൈവജനത്തെ തകർത്തു. ആ ഉപദേശത്തിലേക്ക് അനേകർ വീണു പോവുകയാണ്, അനേകർ കടന്നുപോയി. ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള മതബോധന അധ്യാപകരുടെ മക്കൾ, ആ മക്കൾ 2 പോയി, 2 പേര് പോയി. അവരെക്കുറിച്ച് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് 2 അപ്പം ഇങ്ങനെ അനേകർ അബദ്ധമായ വിശ്വാസ ജടിലമായ കാര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. എന്നാൽ യേശു തന്നെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 17:5 പറഞ്ഞിരിക്കുന്നു, ആകയാൽ പിതാവ് ലോക സൃഷ്ടിക്ക് മുൻപ്, ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിതാവിനോട് കൂടെയുള്ള ഈക്വൽ മഹത്വം, അങ്ങനെ തന്നെ പറയുന്ന അവിടുത്തോടു കൂടെ ഉണ്ടായിരുന്ന മഹത്വം, ആ മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ എന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്. വീണ്ടും നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ ഇങ്ങനെ കാണുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുകയും ആ വചനത്തോടു കൂടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, വചനം ദൈവമായിരുന്നു, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ് അടുത്ത വാക്യം പറയുക. അപ്പോൾ ആ വചനം ദൈവമായിരുന്നു എന്ന് ദൈവവചനം തന്നെ സമ്മതിക്കുന്നു, അത് ക്രിസ്തുവാണെന്ന് സമ്മതിക്കുന്നു. ഇങ്ങനെ പിതാവിനെയും പുത്രനെയും നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ നമുക്കിവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ശ്രേഷ്ഠമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം, ത്രിയേക ദൈവത്തിൽ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ആ വിശ്വാസം. കാരണം ഇന്ന് മോഡലിസം അല്ലെങ്കിൽ യൂണിറ്റേറിയനിസം ഇങ്ങനെയുള്ള പല അന്ധവിശ്വാസങ്ങൾ ഇന്ന് ലോകത്ത് പാറിപ്പറക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളായിരിക്കുന്നത്. കാരണം യൂണിറ്റേറിയനിസം ഉണ്ട്, അല്ലെങ്കിൽ മോഡലിസം. പിതാവ് ഇടയ്ക്ക് വേഷം മാറി പുത്രനായിട്ട് വരുന്നു, പുത്രൻ വേഷം മാറി പരിശുദ്ധാത്മാവായിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു ചിന്തയുള്ള ആളുകളുണ്ട്. മോഡലിസം, അങ്ങനെ പല രീതിയിലുള്ള തെറ്റായ വശങ്ങൾ ഇന്ന് ലോകത്ത് വെളിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ അതിനൊക്കെ അബദ്ധ സിദ്ധാന്തങ്ങളിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമ്മുടെ മക്കൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അപ്പോൾ പിതാവ് അവിടുത്തെ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടുവരണമേ എന്ന് പറയാൻ കഴിയുമെങ്കിൽ ഒരിക്കലും മോഡലിസത്തിന് അല്ലെങ്കിൽ വണ്ണസ് എന്ന് പറയുന്ന ഈ പറയുന്ന ടീമുകൾക്ക് ഈ ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ പിതാവിനെയും കാണാം, പുത്രനെയും കാണാം. പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ആ ത്രിയേക ദൈവ വിശ്വാസത്തിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 ഒന്നാണെങ്കിലും അത് 3 തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന് പറയുന്ന അനേക വചനങ്ങൾ, ദൈവവചനത്തിൽ അനേക കാര്യങ്ങൾ നമുക്കിത് കാണാൻ സാധിക്കും. ബൈബിളിൽ വിശ്വാസമുള്ള ദൈവവചനത്തിന് ഇത് വളരെ വ്യക്തമാണ്. അത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലും. ഇനി യഹൂദർക്ക് എന്താണ് വിശ്വാസം? യഹൂദരുടെ വിശ്വാസം എന്താണ്? പുത്രനെ കുറിച്ച് അല്ലെങ്കിൽ മിശിഹായെ കുറിച്ച് അവരുടെ വിശ്വാസം എന്താണ്? അത് വ്യക്തമായിട്ട് മിക്ക പ്രവചനം അതിൻ്റെ 5-ാം അധ്യായം 2-ാം വാക്യം, നമ്മൾ ഇതിനെക്കുറിച്ച് മറ്റൊരു ക്ലാസ് വേറെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതായത് മിക്കായിൽ കൃത്യമായിട്ട് ദൈവവചനം പ്രവാചക ഗ്രന്ഥമാണ്, പ്രവചനമാണ്. ബത്ലഹേം എഫാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ. അതായത് നമ്മൾ ഈ യുഗം എന്ന് പറയുമ്പോൾ ടൈം, സ്പേസ്, മാറ്റർ, ഈ 3 കാര്യങ്ങൾ അവിടെ കിടക്കുക. യുഗം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയണമെങ്കിൽ, അതായത് യുഗത്തിൻ്റെ തുടക്കം എന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ യുഗമെന്നോ ആണ്ട്, വർഷമെന്നോ, ഇയർ എന്നോ എന്തെങ്കിലും പറയണമെങ്കിൽ അവിടെ ഈ 3 കാര്യങ്ങൾ, ടൈം, സ്പേസ്, മാറ്റർ, ഈ 3 കാര്യങ്ങൾ അവിടെ വേണം. അപ്പോൾ ടൈം, സ്പേസ്, മാറ്റർ ഇല്ലാത്ത സമയത്ത് ഇൻ ദ ബിഗിനിങ്, അതായത് യുഗങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ മഹത്വത്തിൽ പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന അതേ മഹത്വത്തിലാണ് ആരിയ്ക്കുന്നത്? പുത്രനിരിക്കുന്നത്, അല്ലെങ്കിൽ പുത്രനായ യേശു ക്രിസ്തു മിശിഹ ഇരിക്കുന്നത്. ഇത് തന്നെയാണ് യഹൂദരുടെ വിശ്വാസം. കാരണം യഹൂദ റബ്ബിമാർ ഇത് തന്നെ വിശ്വസിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇപ്പോൾ ജെറുസലേമിലും ഇസ്രായേലിലൊക്കെ യുദ്ധം നടക്കുമ്പോഴും, ബത്ലഹേമിലൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും, അല്ലെങ്കിൽ ഗാസ തകർന്നടിയുമ്പോഴും നമ്മൾ ചിന്തിക്കുക യഹൂദരുടെ വിശ്വാസം ഇത് തന്നെയാണ്. ബത്ലഹേം എഫാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും നിന്നെ ഭരിക്കേണ്ടവൻ എവിടെ നിന്ന് വരും? ഈ പറയുന്ന
ബത്ലഹേമിൽ നിന്നും വരുമെന്ന്. മിശിഹ, അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവൻ എന്നാണ് അവർ ചിന്തിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത്. യുഗങ്ങൾക്ക് മുൻപേ എന്ന് പറയുമ്പോൾ ഒന്ന് സമയമോ ഒരു കാലമോ ഉള്ളതിനേക്കാൾ മുൻപേ അവനുണ്ട്. അതായത് പിതാവുള്ള അതേ സമയത്ത് പുത്രനുണ്ട്, പുത്രനുള്ള അതേ സമയത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിന്റെ വിശ്വാസത്തെക്കുറിച്ച് അവിടെ വ്യക്തമാക്കുകയാണ്. അപ്പൊ ഈ ഒരു വിശ്വാസമാണ് ക്രിസ്ത്യാനിറ്റി ഹോൾഡ് ചെയ്യുന്നത്. യേശു ദൈവം തന്നെ, അല്ലാതെ വെറും ഒരു പ്രവാചകനല്ല. ആ മഹത്വത്തിലേക്ക് അവൻ പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അവൻ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം അത് ഏത് മഹത്വമാ? യുഗങ്ങൾക്ക് മുൻപ് പിതാവിനോടുണ്ടായിരുന്ന ആ സമത്വമാകുന്ന മഹത്വത്തിന് വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. ആ മഹത്വത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നതാകട്ടെ ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയിട്ട് അവൻ പ്രാർത്ഥിക്കുന്നത്. ഏത് വിഷയത്തിനാ? അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് കൊണ്ടാണ് അവൻ മഹത്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ മഹത്വത്തിലേക്ക് എന്നെ ഉയർത്തണമേ, അവിടുത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ യുഗങ്ങൾക്ക് മുൻപേ ഉള്ള മഹത്വത്തിലേക്ക് വേണ്ടിയിട്ടാണ്. അത് തന്നെയല്ലേ നമ്മൾ അല്ലയോ ഭോഷന്മാരായ വ്യക്തികളെ, പ്രവാചകന്മാർ നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ക്രിസ്തു സഹിക്കേണ്ടി വരികയും അനന്തരം അവൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. കാരണം കാൽവരി ക്രൂശിന് ശേഷം അവൻ മഹത്വത്തിലേക്ക്, ആ ഏത് മഹത്വം? പിതാവിനോട് കൂടെയുള്ള അതേ മഹത്വത്തിലേക്ക് അവൻ പ്രവേശിക്കും. ഇത് തന്നെയല്ലേ മഗ്ദലേന മറിയത്തോട് പറഞ്ഞ്, അല്ലയോ സ്ത്രീയെ, ഞാനിപ്പോഴും പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല, അതുകൊണ്ട് നീ എന്നെ തടയാതിരിക്കുക. കാരണം ആ മഹത്വത്തിലേക്ക് അവൻ പോയിട്ടില്ല, ആ മഹത്വത്തിലേക്ക് അവൻ പ്രവേശിച്ചിട്ടില്ല. അപ്പൊ ഈ കാര്യങ്ങൾ എത്രയോ വചനങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത്, കാരണം ബൈബിളിന് ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ബൈബിളിന്റെ ഓരോ വാക്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഹൈപ്പർ ലിങ്കിങ് ആണ്. അതായത് ഒരു വചനം മറ്റൊരു വചനത്തിലേക്ക് അത്രയും കറക്റ്റായിട്ട്, പെർഫെക്റ്റ് ആയിട്ട് ലിങ്കിങ് ആണ്. നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിയുടെ ഇതിൻ്റെ ഓരോ ടൈമിങ്ങും ഓരോ ക്ലിയറൻസും അതിൻ്റെ അങ്ങറ്റം വരെ പോയിന്റ്, ഇപ്പോൾ ഒരു സെക്കൻഡ് സൂര്യൻ നിന്ന് പുറകോട്ട് പോയാലോ, എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നാലോ, ഈ ഭ്രമണപഥത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ വന്നാലോ തീർന്നു, എല്ലാം അവസാനിക്കും. നമ്മളിപ്പോൾ പറയുന്ന എല്ലാ സംഭവമൊക്കെ തീരാൻ അത് മതി. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്യൂണിങ്, ഒരു പെർഫെക്റ്റ് ട്യൂണിങ് ഈ ദൈവം, ഈ ഭൂമിയുടെ സൃഷ്ടാവായ ദൈവം ഈ ഭൂമിക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വിഷയമാണ് ഒരു ഹൈപ്പർ ലിങ്കിങ്. അതായത് പെർഫെക്റ്റ്ലി ഒരു വചനം മറ്റൊരു വചനത്തോട് കണക്ട് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. നമ്മൾ ഈ വായിച്ചു കഴിഞ്ഞ് ഇതുപോലെ എത്രയോ വചനങ്ങളാ ഹൈപ്പർ ലിങ്കിങ് ആയിട്ട് കിടക്കുന്നതെന്ന് അറിയാമോ? തുടക്കം മുതൽ ഒടുക്കം വരെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എഴുതിയ, ഇപ്പോൾ മിക്ക പ്രവാചകൻ തൻ്റെ പ്രവചനം എഴുതുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പ്രവചനം കിടക്കുന്നത്. അപ്പൊ ഇതേ വചനത്തിന്റെ അതേ ഹൈപ്പർ ലിങ്കിങ് തന്നെ ഇപ്പുറത്ത് കിടക്കുകയാണ്. അവിടുത്തെ മഹത്വത്തിലേക്ക് എന്നെ ഉയർത്തണമേ എന്ന് പറയുന്ന ആ കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കുക. ഇങ്ങനെ ദൈവവചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ആഴമായ ഒരു ചിന്ത നമുക്ക് മനസ്സിലാകും. കാരണം യേശു മഹത്വം യാചിക്കുകയല്ല, പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് അവൻ തിരിച്ചു കയറുകയാണ്. എങ്ങനെ? തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നു. എന്തിനു വേണ്ടി? നമ്മെ രക്ഷിക്കേണ്ടതിന്, നമ്മെ വിശുദ്ധീകരിക്കേണ്ടതിന്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്. സ്വമേധയാ സംസാരിക്കുന്നവൻ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നു, എന്നാൽ തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാണ്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മഹത്വമേ ഉള്ളൂ. എന്നെ അയച്ചവനായ പിതാവിന്റെ മഹത്വം തന്നെയാണ് എനിക്കുള്ളത്, മറ്റ് ഡിഫറൻ്റ് ആയിട്ടൊരു മഹത്വമല്ല. കാരണം അതുകൊണ്ട് ഞാൻ എൻ്റെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും 8-ാം അധ്യായം 50-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വചനം മാത്രം സി രവിചന്ദ്രൻ വായിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പുള്ളി പറയുക? അല്ലെങ്കിൽ ഈ വചനം വായിച്ചിട്ട് യോഹന്നാന്റെ സുവിശേഷം 17-1 വായിക്കുക. അതേ യേശു തന്നെ മഹത്വം തായോ, മഹത്വം തായോ, മഹത്വം തായോ എന്ന് യാചിക്കുന്നു. അതേ യേശു തന്നെ 8-50 എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. കണ്ടോ, കോൺട്രഡിക്ഷൻ അല്ലേ എന്ന് ചോദിക്കും. ഇവിടെ കോൺട്രഡിക്ഷൻ അല്ല, യഥാർത്ഥത്തിൽ ഹൈപ്പർ ലിങ്കിങ് ആണ്. എന്താണ് അവൾ പറഞ്ഞിരിക്കുന്നത്? യേശു അന്വേഷിക്കുന്നത് പിതാവിന്റെ മഹത്വം എന്ന് വെച്ചാൽ എന്നെ അയച്ചവന്റെ മഹത്വം, രണ്ട് മഹത്വം ഒരേ മഹത്വം തന്നെയാണ്. അപ്പോ ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട്. കാരണം എന്നെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. ഇപ്പോൾ ഞാൻ ഭൂമിയിൽ മനുഷ്യ സമാനമായി നിൽക്കുകയാണെങ്കിലും എന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, അല്ലെങ്കിൽ എന്നെ പൂർണ്ണ മഹത്വത്തിലേക്ക് മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് യേശു പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു തൻ്റെ പരസ്യ ജീവിതകാലത്തിൽ എപ്പോഴും തൻ്റെ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ, യാക്കോബിനെ, യോഹന്നാനെ, പത്രോസിനെ, 3 പേരെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൊണ്ടുപോകും. മറ്റെല്ലാ വിഷയം നമുക്കറിയാം. യേശുവിന് പക്ഷപാതമൊന്നുമില്ല. 12 ശിഷ്യന്മാരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. തന്നെ ചതിച്ച അല്ലെങ്കിൽ ചതിക്കുമെന്ന് ഉറപ്പുള്ള, യോഹന്നാൻ പറഞ്ഞ പോലെ പണസഞ്ചിയിൽ നിന്നും കട്ടെടുത്തവനും അതിൽ നിന്നും
സ്ഥിരമായി കൈയിട്ട് വാരുന്നവനുമായ യൂദാസിനെ പോലും യേശു സ്നേഹിച്ചു എന്ന് പറഞ്ഞു. നമ്മളും അങ്ങനെയല്ലേ? നമ്മളെ ചതിച്ചവരോട് നമുക്ക് വല്ല വൈരാഗ്യമോ വല്ല പരാതിയുണ്ടോ? ദശാംശ പണത്തിൽ നിന്നും കട്ടെടുത്തവരോട് നമുക്ക് വല്ല പരാതിയുണ്ടോ? നമ്മളെ തകർക്കാൻ നോക്കുന്നവരോട്, നമുക്കെതിരെ ആരോപണങ്ങൾ പറയുന്നവരോട് നമുക്ക് വല്ല പരാതിയുണ്ടോ? ഓക്കെ, കർത്താവ് അനുവദിച്ചതാണെങ്കിൽ നടക്കട്ടെ, ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അത് നടക്കട്ടെ. കാരണം സഹനം, ചില മേഖലകൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ചില കഷ്ടതകൾ നമുക്കാകട്ടെ, വ്യക്തികളാകട്ടെ, ഇപ്പം ഞാനാകട്ടെ, നമ്മളെ പഠിപ്പിച്ച, നമ്മളെ ക്രിസ്തുവിലേക്ക് നടത്തിയ ബ്രദേഴ്സ് ആകട്ടെ, ഒരു പുരോഹിതരാകട്ടെ, ഏത് വ്യക്തിയാകട്ടെ, നിഷ്കളങ്കരാണെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു കാര്യം വിശ്വസിക്കാം: ഈ കഷ്ടത, ഈ സഹനം, ഈ മേഖല മഹത്വത്തിലേക്ക് നമ്മളെ ഉയർത്തും, ഒരു അനന്തര മഹത്വത്തിലേക്ക് നമ്മളെ മാറ്റും. കാരണം യേശു അത് പറഞ്ഞത്, ഇതേപോലെ സഹിച്ച് ഒരു അനന്തര മഹത്വത്തിലേക്ക് ക്രിസ്തു പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് യേശു തന്നെ ഭോഷന്മാരെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നത്. കാരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കുമ്പോൾ നമ്മളും യാതൊരു വിധത്തിലും വിഷമിക്കരുത്, വേദനിക്കരുത്. നമ്മൾ കർത്താവിനോട് പറയണം: കർത്താവേ, ഈ സഹനം നാളത്തെ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ളതാ. ദൈവം ഞങ്ങളെ മഹത്വപ്പെടുത്തുന്ന നാളത്തെ മഹത്വത്തിന് വേണ്ടി ഇന്ന് സഹിക്കാൻ ദൈവം നമ്മളെ വിട്ടുകൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് സന്തോഷത്തോടെ നമ്മൾ സഹിക്കുക, യാതൊരുവിധ പരാതിയുമില്ലാതെ നമ്മൾ സഹിക്കുക. നമ്മൾ ശ്രദ്ധിക്കുക, പത്രോസും യോഹന്നാനും യാക്കോബും 3 ശിഷ്യന്മാരെ യേശു പല സ്ഥലത്ത് കൊണ്ടുപോകും. അതായത് ബാലികയെ ഉയർപ്പിച്ചപ്പോൾ അവിടെ ഇവർ 3 പേരെ കൊണ്ടുപോയി. യേശു ഗെത്സമനിൽ പ്രാർത്ഥിച്ചപ്പോൾ 12 പേരും ഉണ്ട്. എന്നാൽ 3 പേരെ കുറച്ചും കൂടെ അടുത്ത്, യേശുവിൻ്റെ തൊട്ടടുത്ത് നിർത്തിയത് 3 പേരെയാണ്. യേശു രക്തം വിയർത്ത്, അവൻ്റെ രക്തത്തുള്ളികൾ, അതായത് വിയർപ്പ് തുള്ളികൾ രക്തമായി മാറുന്നത് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണത. ഇനി യേശു എന്താ പ്രാർത്ഥിച്ചത്? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ, നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു പൂർണ്ണ മനുഷ്യൻ, ഒരു സമ്പൂർണ്ണ മനുഷ്യൻ, അവൻ വരാനിരിക്കുന്ന കഷ്ടതയെക്കുറിച്ച് പ്രാർത്ഥിക്കുക, നിലവിളിക്കുക. യേശു ദൈവമാണെങ്കിൽ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? യേശു ദൈവമാണെങ്കിൽ എന്തിനാ ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാ നിലവിളിക്കുന്നത്? ആ നിലവിളി, അത് കാണാൻ 3 പേര് പ്രത്യേകമായി യേശു കൊണ്ടുവന്നിരിക്കുക. ആരൊക്കെ? യാക്കോബിനെ, യോഹന്നാനെ, പത്രോസിനെ. ഈ 3 പേരെ കൊണ്ടുവന്ന് നിർത്തി, ഇവരെ മാത്രം വിളിച്ച് നിർത്തിയിട്ട് ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് താനൊരു പൂർണ്ണ മനുഷ്യനാണ്, യാതൊരു മാറ്റവും. അത്ഭുതം ചെയ്യുന്നു, അടയാളം ചെയ്യുന്നു, ക്ഷീണിക്കുന്നു, ഇതെല്ലാം യേശു കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിതാവിൻ്റെ സന്നിധിയിലേക്ക് അവൻ മഹത്വത്തിലേക്ക് പോകുന്നതിന് മുൻപ്, കാൽവരി ക്രൂശിലേക്ക് നടന്നെടുക്കുന്നതിന് മുൻപ്, ഇതാ ഗെത്സമനിലെ പ്രാർത്ഥനയിൽ മറ്റെല്ലാ വിഷയവും നമുക്കറിയാം. ഒക്കെ ബാലികയെ ഉയർപ്പിക്കുമ്പോൾ ആ ഉയർപ്പിൻ്റെ കാര്യത്തിൽ അവരെ 3 പേരെയും സെപ്പറേറ്റ് വിളിച്ചിരുത്തി. അങ്ങനെ പല സമയങ്ങളിലും ഇവരെ 3 പേരെയും മാത്രം വിളിച്ചു മാറ്റുമ്പോൾ, ഈ ഒരു വിഷയത്തിലും അവരെ 3 പേരെയും മാത്രം സെപ്പറേറ്റ് വിളിച്ചു മാറ്റി. എന്നിട്ട് അവരെ എന്ത് കാണിച്ചു കൊടുത്തു? തൻ്റെ ലിമിറ്റൈസേഷൻ, ഒരു ഏറ്റവും കുറഞ്ഞൊരു മേഖല. എന്താ മേഖല? സാധാ മനുഷ്യനായി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന, അയ്യോ കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നിന്നിൽ നിന്ന് അകറ്റിക്കളയണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് വിയർപ്പ് പോലും രക്തമായി മാറുന്ന ഒരു സാധാ മനുഷ്യൻ്റെ പ്രാർത്ഥന ഇവർക്ക് 3 പേർക്കും കാണിച്ചു കൊടുത്തു. ഒരു പക്ഷേ ഇവർക്ക് 3 പേർക്കും സംശയം ഉണ്ടായിട്ടുണ്ടാവും, എടാ, ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി, ഇവനാണോ ഇസ്രായേലിനെ രക്ഷിക്കാൻ വരുന്നത്? ഇവനാണോ ഇസ്രായേലിനെ വീണ്ടെടുക്കാൻ വരുന്നത്? പക്ഷേ അതിനുശേഷം പിന്നീട് നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മഹത്വത്തിന്റെ മലയിലും രൂപാന്തര മലയിലും ഇവർ 3 പേരും തന്നെയാണുള്ളത്. രൂപാന്തര മലയിലും ഇവർ 3 പേരും തന്നെ അവിടെ കാണുന്നത്. ഈ 3 വ്യക്തികളെ തന്നെ നിർത്തിക്കൊണ്ട് രൂപാന്തര മലയിലും യേശു പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ യേശു തന്റെ മഹത്വത്തെ കാണിച്ചു കൊടുത്തു. അവിടെ നമ്മൾ ശ്രദ്ധിക്കണേ, അവിടെ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടു എന്നാ പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നത്. പത്രോസ് തന്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, ആ മഹത്വത്തിന്റെ മലയിൽ ഞാനും ഉണ്ടായിരുന്നു. അവൻ മഹത്വീകരിക്കപ്പെട്ടപ്പോ, അവൻ രൂപാന്തരപ്പെട്ടപ്പോ, അവന്റെ ദൈവത്തിന്റെ മഹത്വം, പിതാവിന്റെ സമത്വമായ മഹത്വം. ഏത് മഹത്വം? ലോകസ്ഥാപനത്തിന് മുൻപ് ദൈവത്തോട്, പിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ മഹത്വം യേശു കാണിച്ചു കൊടുത്തു. ആർക്ക് കാണിച്ചു കൊടുത്തു? ഈ 3 പേർക്ക്. കാരണം ഇവരാണ് യേശുവിൻ്റെ മനുഷ്യത്വം പൂർണ്ണ രൂപത്തിൽ കണ്ടിരിക്കുന്നത്. ആ മനുഷ്യത്വം പൂർണ്ണ രൂപത്തിൽ കണ്ടവർ തന്നെ യേശുവിൻ്റെ മഹത്വം അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ തന്നെ ദൈവം അനുവദിച്ചു. നിങ്ങൾ ഇതിനകത്തൊരു എനിക്ക് തോന്നിയൊരു ചെറിയൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കുക. അതായത് നമ്മൾ ഈ രൂപാന്തരപ്പെടുന്ന കാര്യം മത്തായിലും ഉണ്ട്, മർക്കോസിലും ഉണ്ട്, ലൂക്കാ സുവിശേഷത്തിലും ഉണ്ട്. ഇതിൻ്റെ ഓർഡർ നമ്മൾ ശ്രദ്ധിച്ചോ? ഒരേ കാര്യം തന്നെയാണ്. ഇപ്പം മത്തായി ആണെങ്കിലും ആദ്യം മത്തായി നമ്മൾ വായിക്കുന്നത് അതിൻ്റെ 17-ാം അധ്യായത്തിലാണ് നമ്മൾ മത്തായി വായിക്കുന്നത്, രൂപാന്തരപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്.
മത്തായി 17 എടുക്കുമ്പം അതിന് തൊട്ട് മുൻപ് 16-ാം അധ്യായത്തിൽ നമ്മൾ നോക്കുമ്പോൾ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കാണുക. 2 പീഡാനുഭവവും ഉദ്ധാനവും 1-ാം പ്രവചനവും, ഇത് കാണുക. അതിനുശേഷം അതിൻ്റെ അവസാനത്തെ വാക്യം, മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്ത് വരുന്നത് ദർശിക്കുന്നതിന് മുൻപ് ഈ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് ഞാൻ സത്യമായി പറയുന്നു. ചിലർ മരിക്കത്തില്ല. ഏറ്റവും അവസാനത്തെ വാക്യം അവിടെ പറയുക, ചിലർ മരിക്കാത്ത കാര്യം പറഞ്ഞിട്ട് അടുത്ത വാക്യം 17-ാം വാക്യത്തിൻ്റെ 1-ാം വാക്യം മുതൽ അവൻ യേശു രൂപാന്തരപ്പെടുന്ന സംഭവം പറഞ്ഞു വരുന്നു. ഇത് തന്നെയാണ് മർക്കോസിന്റെ ഓർഡറും. മർക്കോസ് 9-ാം അധ്യായത്തിൽ ആണ് രൂപാന്തരപ്പെടുന്ന കാര്യം പറയുന്നതെങ്കിൽ 8-ാം അധ്യായത്തിൽ അവിടെയും പറയുന്നത് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനവും പീഡാനുഭവവും ഉദ്ധാനവും 1-ാം പ്രവചനവും. ഇത് തന്നെയാണ് ലൂക്കാ സുവിശേഷൻ പറയുന്നത്. അപ്പൊ മത്തായും മർക്കോസും ലൂക്കയും 3 പേരും ഈ രൂപാന്തരത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു. മഹത്വത്തെക്കുറിച്ച്, രൂപാന്തര മലയിലുള്ള ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച്, ക്രിസ്തുവിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു. യോഹന്നാൻ ആകട്ടെ ഈ കാര്യം പറഞ്ഞിട്ടേയില്ല. പക്ഷെ യോഹന്നാൻ വ്യത്യസ്തമായ മറ്റൊരു കാര്യം പറയുകയാണ്. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, മറ്റാരും പറയാത്തൊരു കാര്യം. എന്താണ് ദൈവം യേശു ക്രിസ്തു പിതാവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചത്? മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. അത് ഏത് മഹത്വത്തിന് വേണ്ടിയിട്ടാണ്? ലോക സ്ഥാപനത്തിന് മുൻപേ പിതാവിനോട് കൂടിയുള്ള അതേ മഹത്വത്തിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണേ, 3 ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത അതേ മഹത്വം എന്താണ്? ആ 3 ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്തത്, അവൻ പൂർണ്ണ മനുഷ്യനായിരിക്കെ അവൻ പൂർണ്ണ ദൈവമാണെന്നും അവൻ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണെന്നും ഈ ഭൂമിയിൽ ഒരു യുഗമോ ഒരു സമയമോ ഒരു ടൈം സ്പേസ് മാറ്റർ ഒന്നുമില്ലാതിരിക്കെ അവൻ്റെ സൃഷ്ടിക്ക് എല്ലാത്തിനും മുമ്പ് ദൈവപിതാവിനോട് കൂടെ ഉണ്ടായിരുന്ന ആ സമത്വമായ മഹത്വത്തിലേക്ക്, ആ മഹത്വത്തിന് വേണ്ടി പുത്രനായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നു. കാരണം അവൻ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ ആ മഹത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതേ കാര്യം മത്തായി മർക്കോസും ലൂക്കോസും എഴുതിയപ്പോൾ ആ കാര്യം എഴുതാതെ യോഹന്നാൻ മറ്റൊരു സൈഡിൽ കൂടെ അവന്റെ പ്രാർത്ഥനയെ യുഗങ്ങൾക്ക് മുൻപേയുള്ള അവന്റെ മഹത്വത്തിന് വേണ്ടി, ആ മഹത്വത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് യോഹന്നാൻ എഴുതി വയ്ക്കുന്നു. എത്രത്തോളം ഹൈപ്പർ ലിങ്കാണ് നമുക്ക് തരുന്നത് ഈ ദൈവവചനം. കാരണം അവൻ സർവശക്തനായ ദൈവം. കൊരിന്ത്യർ ലേഖനത്തിൽ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുക, അവൻ സർവ സമ്പൂർണനും സമ്പന്നനുമായിരുന്നിട്ടും, എല്ലാ സമ്പത്തും അവനുണ്ടായിരുന്നിട്ടും, എല്ലാ മഹത്വവും അവനുണ്ടായിരുന്നിട്ടും അവൻ തന്നെ ശൂന്യനാക്കി ഒരു ദരിദ്രനായി, ഏറ്റവും സാധാരണക്കാരനായി, ഒരു തച്ചന്റെ മകനായി. പലപ്പോഴും പല കാറിന്റെ പുറയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻറ്റർ. ഞാൻ ആദ്യം എനിക്കിത് മനസ്സിലായില്ല, പിന്നെ എനിക്ക് മനസ്സിലായത്, അതായത് പണ്ട് വചനം അറിയാത്ത കാലത്ത് എനിക്കിത് അറിയത്തില്ല. എൻ്റെ ബോസ് ഒരു ജൂയിഷ് കാർപ്പൻറ്ററാണ്, ഒരു സാധാ മരപ്പണിക്കാരനാണെന്ന് എൻ്റെ ബോസ്. അവൻ മരപ്പണിക്കാരനായി വന്നത് എൻ്റെ ദൈവത്തിലേക്ക്, എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് എന്നെ കൊണ്ടുപോകാനാണ്, എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് എന്നെ ഉയർത്താനാണ്. അവൻ്റെ ശിരസോളം എന്നെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ദൈവം കൊണ്ടുവന്നത്, എൻ്റെ ദൈവം വിളിച്ചത്. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? പിതാവിൻ്റെ മഹത്വത്തിലേക്ക് അല്ലെങ്കിൽ പുത്രൻ്റെ മഹത്വത്തിലേക്ക് അവൻ നമ്മളെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. ഇന്ന് ഈ ആയിരിക്കുന്ന ഈ അയ്യോ കഷ്ടപ്പാട്, അയ്യോ ദുരിതം, എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഒരു ഉടമ്പടി വയ്ക്കുമ്പോൾ കിട്ടുന്ന എന്തെങ്കിലും ഒരു IELTS OET ഒരു ചെറിയ ജോലിയോ എന്തെങ്കിലും അല്ല. നമ്മൾ അതിനെയല്ല പ്രതീക്ഷിച്ചിരിക്കുന്നത്. മാസം 1 കോടി രൂപ ശമ്പളം ഉണ്ടാക്കുന്നവനാണെങ്കിലും നിന്റെ ഒന്നും അല്ലെന്നേ. കാരണം കർത്താവ് അതിനേക്കാൾ സർവ്വസമ്പന്നനായ മഹത്വമുള്ളവനാ. നീ ഇപ്പോഴും ദരിദ്രനാ. 1 കോടി രൂപ ഒരു മാസം സാലറി വാങ്ങുന്നവനാണെങ്കിൽ നീ ദരിദ്രനാണ്. കാരണം എൻ്റെ ദൈവം സർവ്വസമ്പൂർണനും സർവ്വമഹത്വമുള്ളവനാണ്. അവൻ്റെ മഹത്വത്തോട് തുലനം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആ മഹത്വത്തിലേക്ക് ദൈവം നമ്മളെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലും ആദത്തെയും ഹവ്വയും സൃഷ്ടിച്ചത്. ആ സാദൃശ്യവും ഛായയും പാപം മൂലം അവർ നഷ്ടപ്പെടുത്തിയപ്പോൾ ആ പാപത്തിൽ നിന്നും അവരെ വീണ്ടെടുക്കേണ്ടതിന് ദൈവം തൻ്റെ മഹത്വത്തിൽ നിന്നും താണിറങ്ങി ആ മഹത്വമില്ലാത്ത ഈ ഒരു മനുഷ്യന്റെ സമാനതയായി ശൂന്യനാക്കി അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവൻ കാൽവരിയിൽ ക്രൂശിതനായി. അവൻ നമുക്ക് വേണ്ടി വേദനകളും ദുഃഖങ്ങളും സഹിച്ചു, കഷ്ടതകളെല്ലാം സഹിച്ചു. അവൻ്റെ സർവ്വമഹത്വത്തിലേക്ക് അവൻ തിരിച്ചു കയറി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ആ സർവ്വമഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം ആഗ്രഹിക്കുക. എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ആ പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ചേരുവാൻ, ആ ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക്? യേശു പറഞ്ഞതുപോലെ യേശു പ്രാർത്ഥിക്കുക നമുക്ക് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ പ്രാർത്ഥന ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട്, ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന, ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. അവൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ. നമുക്കിത് ആഗ്രഹിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നമ്മുടെ കണ്ണുകളെ കടയ്ക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ, അനേക മക്കൾ ഇന്ന് വഴിതെറ്റി പോവുകയാണ്. അനേക മക്കൾ ദൈവവചനത്തെക്കുറിച്ച് അറിയാതെ,
ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് തിരിച്ചറിയാതെ, ദൈവവചനത്തിൽ അവിടുന്ന് വെളിപ്പെടുത്തിയ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ സാധിക്കാതെ യേശു പ്രാർത്ഥിച്ചത്, യേശു വിശപ്പ് സഹിച്ചത്, അവൻ കഷ്ടങ്ങൾ സഹിച്ചത്, അവൻ വേദനകളും ദുഃഖങ്ങളും സഹിച്ചത്, ഉഴവൽ ചാൽ പോലെ അവൻ്റെ ശരീരത്തെ കീറി മുറിച്ചത്, സർവമഹത്വമായ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് തൻ്റെ പുത്രനിലൂടെ ദൈവജനം എത്തേണ്ടതിന് അവൻ തൻ്റെ പുത്രനെ ഈ ഭൂമിയിൽ മനുഷ്യൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് തന്നെ ശൂന്യനാക്കി ദാസന രൂപത്തിൽ അവൻ ഈ ഭൂമിയിൽ ആയിരുന്നത് കൊണ്ടാണ്. പിതാവെ, ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഇന്ന് അറിയുന്നു, അവിടുത്തെ സ്വർഗീയ മഹത്വത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുവാൻ, അവിടുത്തെ അനുഗ്രഹമാകുന്ന മഹത്വത്തിലേക്ക് ഞങ്ങളെ ഉയർത്തുവാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ഞങ്ങളെ ശക്തിപ്പെടുത്തുവാൻ. ഇന്ന് ഞങ്ങൾക്ക് കഷ്ടതയുണ്ട്, ഇന്ന് ദുരിതങ്ങളുണ്ട്, ഇന്ന് വേദനകളുണ്ട്, ഇന്ന് അനേക പ്രതികൂലങ്ങൾ ഞങ്ങളുടെ മുൻപിലുണ്ട്. എന്നാൽ സ്വർഗത്തിൻ്റെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഒരു സാധാ മനുഷ്യനായി, ഒരു കാർപ്പൻ്ററായി, ഒരു മരപ്പണിക്കാരനായി ഭൂമിയിൽ വന്ന ക്രിസ്തുവേശു അവൻ തന്നെ ശൂന്യനാക്കി ഭൂമിയിൽ വന്നെങ്കിൽ അവൻ ഞങ്ങളെ വീണ്ടെടുക്കുവാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന പിതാവേ. വീണുപോകുന്ന, വിശ്വാസത്തിൽ നിന്നും അയഞ്ഞു പോകുന്ന, വിശ്വാസത്തിന് വലിയ വെളിപ്പെടുത്തലിന് വേണ്ടി മറ്റുള്ളവരുടെ അടുത്ത് ചെന്നിട്ടും കാര്യങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ മറ്റ് മതത്തിലേക്കോ മറ്റ് വിശ്വാസത്തിലേക്കോ വീട് പോകുന്ന അനേക മക്കളെ കർത്താവേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പിതാവേ, അവിടുന്ന് കരുണയുണ്ടാകണമേ. സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക്, സത്യത്തിൻ്റെ ബോധ്യത്തിലേക്ക് ഈ മക്കളെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. അതിനായി പോരാടുവാൻ, ക്രിസ്തുവിൻ്റെ വചനത്തിന് വേണ്ടി ശക്തിപ്പെടുത്തുവാൻ അനേക മക്കളെ അവിടുന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ബലപ്പെടുത്തണമേ. അനേക ആത്മാക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് കൃപയോടെ കേൾക്കണമേ. ആമേൻ.